ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ ഗണംപുള്ള നായനാരെ കുറിച്ച് മനസ്സിലാക്കാം. ഇരുക്കുവേലൂരിലെ ഒരു ധനികനായിരുന്നു ഗണംപുള്ള നായനാർ. അദ്ദേഹത്തിന്റെ പ്രശസ്തി നാടെങ്ങും പരന്നു. ശിവഭക്തരെ സേവിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പരമമായ ലക്ഷ്യം. അചഞ്ചലമായ ഭക്തിയോടെ അദ്ദേഹം ശിവക്ഷേത്രങ്ങളിൽ വിളക്കുകൾ കത്തിച്ച് ഭഗവാനെ സ്തുതിക്കുമായിരുന്നു. ഭഗവാൻ ഭക്തനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. സേവനത്തിനായി ഭീമമായ തുക ചിലവഴിച്ചു കുറേ കാലം. ഇത് തുടർന്നപ്പോൾ അദ്ദേഹത്തിന്റെ സമ്പത്തെല്ലാം തീർന്നുപോയി. അദ്ദേഹം പിന്നീട് ചിദംബരത്തേക്ക് പോയി. തന്റെ വീടും സ്ഥലവും വിറ്റ പണം ചിദംബരത്ത് ചിലവഴിച്ചു. ഭഗവാന് വിളക്കുവെക്കാൻ പോലും കയ്യിൽ പണമില്ലാതായി. നായനാർ ഒരു ജോലിക്കാരനായി മാറി. പുല്ല് വെട്ടി അത് വിറ്റ് നെയ്യ് വാങ്ങി വിളക്കുകൾ കത്തിച്ചു. ഗണംപുള്ള എന്നറിയപ്പെടുന്ന പുല്ല് വെട്ടിയതിനാൽ അദ്ദേഹം ഗണംപുള്ള നായനാർ എന്നറിയപ്പെട്ടു. ഒരു ദിവസം അദ്ദേഹത്തിന് പുല്ല് വിൽക്കാൻ കഴിഞ്ഞില്ല. വിളക്ക് വെക്കാൻ നെയ്യില്ല, കയ്യിൽ ചില്ലിക്കാശുമില്ല. എങ്ങനെ വിളക്ക് വെക്കും? അദ്ദേഹത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അദ്ദേഹം ഒട്ടും ആലോചിക്കാതെ തന്റെ തലമുടിയിൽ തീ കൊളുത്തി. ഇന്നത്തെ വിളക്ക് ഭഗവാന് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് നായനാർ കരുതി. തലയിൽ തീ കൊളുത്തിയ ഉടനെ മഹാദേവന്റെ കരസ്പർശം ഭക്തനിൽ ചൊരിഞ്ഞു. സാധാരണക്കാരായ നമുക്ക് ഇതെല്ലാം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഭക്തിയുടെ യഥാർത്ഥ തലത്തിൽ എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഒരു ചെറിയ കാര്യത്തിൽ പോലും തോൽവി ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് പാകമാകുന്നില്ല എന്നതാണ് പരമാർത്ഥ സത്യം. സർവസമ്പത്തും നഷ്ടപ്പെട്ടും ഭഗവാനിൽ അഭയം പ്രാപിച്ചാൽ മാത്രമാണ് ആ പാദം തൊടാൻ നമുക്ക് അർഹതയുള്ളൂ എന്ന് ഗണംപുള്ള നായനാർ കാട്ടിത്തരുന്നു. ഓം ശിവശക്തിക്ക് രൂപിണ്യേ നമഃ. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.